ഏകദേശം എത്ര വർഷം അത്ര കച്ചവടം ചെയ്തിട്ടുണ്ടാവും? ഞാൻ 23 വർഷം. 23 വർഷം അത്ര കച്ചവടം ചെയ്ത്. ഇതാണ് നമ്മളെ മുഹമ്മദ് ക. സുഖല്ലേ? സുഖം. റാഹത്തല്ലേ? റാഹത്ത്. നമ്മളെ ക്യാമറ കണ്ണ അവിടെ ഉണ്ട്. ഇത് എന്റെ നാട്ടുകാരനാ കേട്ടോ. ഈ അത്തർ കച്ചവടം ഞാൻ ഈ കോഴിക്കോട് ബീച്ചിൽ ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ പള്ളിയുടെ പരിസരത്ത് നിങ്ങൾ അത്ര വിറ്റില്ലേനോ? ഒരുപാട്. നിങ്ങൾ ഏകദേശം എത്ര വർഷം അത്ര കച്ചവടം ചെയ്തിട്ടുണ്ടാവും? ഞാൻ 23 വർഷം. 23 വർഷം അത്ര കച്ചവടം ചെയ്ത്. പല സമയങ്ങളിലായിട്ട് നോക്കണം. 23 വർഷം അത്ര കച്ചവടം ചെയ്തോളാം. ഇപ്പൊ കോഴിക്കോട് ബീച്ചില് ഫ്ലാസ്ക് വെച്ചിട്ട് ഒരുപാട് വ്ളോഗുകൾ വന്നിട്ടുണ്ട്. എനിക്കറിയാം. നമ്മളെ നാട്ടുകാരനാട്ടോ. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവിടെ കണ്ടോന്നല്ല, എന്നും കാണുന്ന മുഖാണ്. അപ്പം ബീച്ചിൽ വരുന്ന ആളുകള് നമ്മുടെ അടുത്ത് ഓൾറെഡി നിങ്ങൾ പെർഫ്യൂം അത്രയൊക്കെ എടുക്കുന്നുണ്ട്. മുഹമ്മദ് ഖാ നല്ല ചായയും കടിയും അല്ലേ? അത് ഇവിടെ കിട്ടും. അപ്പൊ മുഹമ്മദ് ഖാന്റെ അടുത്ത് ഞാൻ മുഹമ്മദ് ഖാനെ ഇവിടെ വിളിച്ചു വരുത്താൻ കാരണമുണ്ട്. ഇപ്പൊ സമയം 1:30 മണിയാട്ടോ. അപ്പൊ ഞാൻ മുഹമ്മദ്ക്ക് ഇവിടെ ഞാൻ അത്ര വെക്കുന്നു, മുഹമ്മദ്ക്ക് ചായ വെക്കുന്നു, ചായയും വ്യത്യസ്ത കടികളും. അപ്പം അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് ഉറക്കമൊന്നും പ്രശ്നമില്ല. അധ്വാനിക്കും. അപ്പൊ നമ്മൾ ഈ സെറ്റപ്പ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയേ? വളരെ ഉഷാറായിട്ട് ഒരു ജീവിക്കാനുള്ള ഒരു പാത്രം കണ്ടുപിടിച്ചതില് അത് എന്നും ഒരു പൂന്തോണിയായിട്ട്. നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ ചായ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ട്രൈ വെച്ചിട്ട് സെറ്റപ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നമ്മളതൊരു വ്യത്യസ്തമാണ്. ഏതായാലും നമ്മളായാലും മുഹമ്മദ്ക്കായാലും ഒക്കെ ഓരോ സ്വപ്നങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആളുകളാ അല്ലെ? കുടുംബത്തിനായാലും മറ്റു മേഖലയ്ക്കൊക്കെ നമ്മൾ ഈ സെയിൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ഒരു പുരോഗതി ലക്ഷ്യം വെക്കുന്നതാണ്. ഏതായാലും സന്തോഷങ്ങള്. നിങ്ങളെ കച്ചവടം ഉഷാറാവട്ടെ. അപ്പൊ കോഴിക്കോട് ബീച്ച് വരുന്ന ആളുകള് നമ്മളെ ഫ്ലാസ്കിൽ ചായ വെക്കുന്ന വ്യത്യസ്തനായിട്ടുള്ള മുഹമ്മദ് ഖാൻ. അപ്പം മുഹമ്മദ് ഖാൻ എല്ലാവരും ചായയും വാങ്ങാം. ഓക്കെ, താങ്ക് യു.